പരിശുദ്ധയായ കന്യാമറിയമിൽ ദൈവത്തിന്റെ അനുഗ്രഹമായി സൃഷ്ടിക്കപ്പെട്ട സാക്ഷാൽ നല്ലൊരു പ്രവാചകനാണ് യേശുക്രിസ്തു. എന്നാൽ ഒരു തിരുത്തുകൂടെ കൊടുത്തു ഇസ്ലാം. യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനല്ല. ദൈവത്തിന് അതുണ്ടായിക്കൂടാ. നിങ്ങൾ ദൈവത്തെക്കുറിച്ച് നജറാനിൽ നിന്ന്, ഞാൻ ഇത് പറയുന്നു, ഈ സംഭവം പറയുന്നു, നജറാനിൽ നിന്ന് മുഹമ്മദ് നബിയെ കാണാൻ ക്രൈസ്തവരായ കുറച്ച് പാതിരിമാർ വന്നു. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഹൃദയം തുറന്ന് ഈ സംസാരം നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജീവിതത്തിലെ വിലപ്പെട്ട സമയം ടിവിയുടെയും സിനിമയുടെയും കേരംസിന്റെയും മുമ്പിൽ വെറുതെ ചെലവഴിക്കുന്ന മനുഷ്യരെ, ഞാൻ ഈ പറയുന്ന വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. യേശുക്രിസ്തു വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുള്ള ഒരു വാചകത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. യേശുക്രിസ്തു ലോകത്ത് മനുഷ്യരെ പഠിപ്പിച്ചത് പരിശുദ്ധയായ കന്യാമറിയമിന്റെ പുത്രൻ എന്ന നിലയിലാണ്. ദൈവത്തിന്റെ പുത്രനല്ല. നജറാനിൽ നിന്ന് വന്ന ആളുകൾക്ക് ദൈവത്തെ പറ്റി അവർ ചോദിച്ചു മുഹമ്മദ് നബിയോട്, മുഹമ്മദേ, നീ പരിചയപ്പെടുത്തുന്ന ദൈവം ആരാ? പിന്നെ അപ്പോൾ കമ്പ്യൂട്ടർ കണക്കെ പ്രവാചകന്റെ നെറ്റിത്തടം വിയർത്തു. പ്രവാചക തിരുമേനിക്ക് വഹി വന്നു. വഹി വന്നിട്ട് പ്രവാചകനോട് പറയുക, പ്രവാചക, ദൈവം എന്ന് പറഞ്ഞാൽ ആരാണ്? ഖുർആനിന്റെ 112-ാമത്തെ അധ്യായം, സൂറത്ത് ഇഖ്ലാസ് എന്നാണ് അധ്യായത്തിന്റെ പേര്. നിഷ്കളങ്കത എന്നാണ് മലയാളത്തിൽ അതിന്റെ പരിഭാഷ. ആ അധ്യായത്തിൽ 4 സൂക്തങ്ങളുണ്ട്. ആ 4 സൂക്തങ്ങൾ ഇങ്ങനെയാണ്. കുൽ, പറയുക പ്രവാചക, ഹുവല്ലാഹു അഹദ്, ദൈവം ഏകനാണ്. തമേകം ശരണ്യം, കണ്ടോ? ദൈവം ഏകനാണ്, ഏകനാണ്, അദ്വിതീയനാണ്, രണ്ടില്ല. ഏകം സന്തം ബഹുദാ കൽപ്പയന്തി, യോ ദേവാനാം നാമധായേഘേവ, ഋഗ്വേദത്തിലുള്ളതാണ്. 3-ാം അധ്യായത്തിലെ കേട്ടോ, ഋഗ്വേദം പറയും, ഓ ദേവാനാം നാമധായേഘേവ ഏകം സന്തം ബഹുദാ കൽപ്പയന്തി. അവിടെ 2 വ്യത്യാസങ്ങളുടെയാണ്, അത് വിശദീകരിക്കാൻ സമയമില്ല. എങ്കിലും നമ്മൾ അവിടെ മനസ്സിലാക്കിയ വേദത്തെ പറ്റി, വേദത്തിലൂടെ ദൈവത്തെ അറിയുമ്പോൾ ആ ദൈവത്തെ പറ്റി പറയുന്നിടത്ത് വളരെ കൃത്യമായി പഠിപ്പിച്ചു. യേശുക്രിസ്തുവിനെ പറ്റി പഠിപ്പിച്ചിടത്തും മനുഷ്യ ദൈവത്തെ പറ്റി പഠിപ്പിച്ചിടത്തും ഖുർആൻ പറഞ്ഞൊരു കാര്യം, ദൈവം ഏകനാണ്, പലതില്ല, ഏകൻ. എന്നിട്ട് പറഞ്ഞു ഖുർആൻ, അവൻ ആരുടെയും ആശ്രയമില്ലാത്തവനാണ്.